ഓണാട്ടുകരയിലിന്റെ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി ഓച്ചിറയിൽ 30 ഹെക്ടറിൽ വിത്ത് വിതച്ചു. ഓച്ചിറയിലെ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടാണ് എള്ള് വിതച്ചത്. ഓച്ചിറയിലെ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് എള്ളിന്റെ കൃഷിവ്യാപന പദ്ധതി നടപ്പാക്കുന്നത്. ഓണാട്ടുകര ഭൗമസൂചിക പദവി ലഭിച്ച എള്ളിന്റെ കൃഷിവ്യാപന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കീഴിൽ വളരെ അടിയന്തരമായി ചേനാട്ടിശ്ശേരി പാടശേഖരവും ഉണ്ടത്തി പാടശേഖരവും കൃഷി ഇറക്കി ഏറ്റവും വലിയ നമ്മുടെ നെല്ലറകളായ അതിനെ സംരക്ഷിക്കണമെന്ന് ഉള്ള ഉദ്ദേശം കൂടി തന്നെയാണ്. അതിൻ്റെ പ്രാഥമിക ഘട്ടമായി 30 ഏക്കറിൽ എള്ള് കൃഷി ഇറക്കിയിരിക്കുക. അത് വിജയകരമായി അതിൻ്റെ 30 ഏക്കറും പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു വിജയം. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ 2 പാടശേഖരങ്ങളിലും ഓച്ചിറയുമായി ബന്ധപ്പെട്ട അനുബന്ധ പാടശേഖരങ്ങളിലും മുഴുവൻ സ്ഥലങ്ങളിലും നമുക്ക് നെൽകൃഷി ഇറക്കേണ്ടത് ഏറ്റവും ആവശ്യകതയും അനിവാര്യതയുമാണ്. നമ്മുടെ കഴിഞ്ഞകാല സ്മരണകൾ ഉറക്കുന്ന ഈ പ്രദേശങ്ങളിൽ അതിൻ്റെതായ അർത്ഥത്തോടെയും ഗൗരവത്തോടെയും കൂടി തന്നെ കൃഷി ഇറക്കി നമ്മുടെ ആ കൃഷിയുടെ ആ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ അതിന് എത്ര രൂപ ചെലവായാലും ശരി തന്നെ ആ പണം പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ പാടശേഖരങ്ങളെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 30 ഹെക്ടർ സ്ഥലത്താണ് ആദ്യഘട്ടമായി കൃഷി ചെയ്യുന്നത്. പദ്ധതി പ്രകാരം കർഷകർക്ക് കൃഷി ചെലവുകൾ, എള്ള്, വിത്തിന്റെ വില എന്നിവ പഞ്ചായത്ത് സബ്സിഡിയായി നൽകും. ഓണാട്ടുകര വികസന ഏജൻസിയുടെ സാങ്കേതിക ഉപദേശത്തോടുകൂടിയാണ് കൃഷി വ്യാപനം നടത്തുന്നത്. മികച്ച വില നൽകി എള്ള് സംഭരിക്കുമെന്ന് പഞ്ചായത്ത് ഓണാട്ടുകര വികസന ഏജൻസിയുമായി ധാരണ ഉറപ്പാക്കിയ ശേഷമാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. സമാന രീതിയിൽ ഓച്ചിറയിലെ എല്ലാ പാടശേഖരങ്ങളിലും വ്യാപകമായി നെല്ല്, എള്ള് എന്നിവയുടെ കൃഷി വരും വർഷങ്ങളിലും തുടരും. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കൃഷി വ്യാപനം സാധ്യമാക്കും. തരിശുരഹിത പഞ്ചായത്തായി ഓച്ചിറ പഞ്ചായത്തിനെ മാറ്റിയെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെബന്തികുമാരി, മിനി പൊന്നൻ, അഖിൽ, ലിസ, കർഷക പ്രതിനിധികളായ ബാബു, ശുഭ, ശിവകുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.